എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനുവിൻ ജോസഫ്, വിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക് ഓങ്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെർവൈക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയമുഖ ക്യാൻസറിനെ കുറിച്ചാണ്. ഗർഭാശയമുഖ ക്യാൻസർ ഗർഭാശയത്തെയും യോനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയൊരു ഭാഗത്ത് വരുന്ന അർബുദമാണ്. ഇത് 95% നമുക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് മുഖാന്തരമാണ് കാരണമാകുന്നത്. HPV, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വൈറസ് വളരെ സാധാരണയായി നമ്മുടെ തൊലിപ്പുറത്ത് കാണുന്ന ഒരു വൈറസാണ്. 100-ൽ പരം സ്ട്രെയിൻസ് ഐഡൻറ്റിഫൈഡ് ആണ്. അതിൽ തന്നെ 13 എണ്ണമാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് സ്ത്രീകളിൽ ലൈംഗിക ബന്ധത്തിന് ശേഷം പുരുഷന്മാരിൽ നിന്നും ആണ് നമുക്കിത് കിട്ടുന്നത്. ഏകദേശം ഒരു 100 സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 40 പേരിലോളം ഈ HPVയുടെ സാന്നിധ്യം കണ്ടുവരാറുണ്ട്. സാധാരണയായി ഒരു 90% സ്ത്രീകളിലും നമുക്ക് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം തനിയെ സ്വന്തമായുള്ള ഇമ്മ്യൂണിറ്റി കൊണ്ട് ഇത് ക്ലിയറായി പോവുകയാണ് ചെയ്യുന്നത്. അതിനെ ആദ്യത്തെ ഒരു 1-2 വർഷം എടുത്തേക്കാം. പക്ഷെ വളരെ ചുരുക്കം ചിലരിൽ ഇത് പെർസിസ്റ്റ് ചെയ്യുകയും അത് സെർവൈക്കൽ ക്യാൻസറിലോട്ട് വഴിതെളിക്കുകയും ചെയ്യുന്നു. ഈ സെർവൈക്കൽ HPV ഇൻഫെക്ഷൻ തൊട്ട് സെർവൈക്കൽ ക്യാൻസർ ആവുന്നത് വരെ ഏകദേശം 10-15 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പം ഈ HPV വൈറസ് പെർസിസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇത് ക്യാൻസർ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രീ ക്യാൻസറസ് സ്റ്റേജിൽ നിൽക്കുകയും ചെയ്യും. അതിനുശേഷമാണ് ഇത് ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. HPVയുടെ സാന്നിധ്യം പെർസിസ്റ്റ് ചെയ്ത് സെർവൈക്കൽ ക്യാൻസർ ആകുവാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ നേരത്തെയുള്ള ലൈംഗിക ബന്ധം, അതായത് 18 വയസ്സിൽ താഴെ നമ്മൾ സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ചൈൽഡ് ബർത്ത് കൂടുന്നത്, നമുക്ക് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളത്, അത് പാർട്ട്ണർക്കായാലും മതി, പിന്നെ സ്മോക്കിംഗ്, പിന്നെ വിവിധ തരത്തിലുള്ള വൈറ്റമിൻസ്, എസ്പെഷ്യലി കെരോട്ടിൻ ഡെഫിഷ്യൻസി തുടങ്ങിയവയാണ് ഈ പറയപ്പെടുന്ന റിസ്ക് ഫാക്ടേഴ്സ്. സെർവൈക്കൽ ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് അബ്നോർമൽ വെജൈനൽ ഡിസ്ചാർജ്, അതായത് യോനിയിൽ നിന്നും അബ്നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. യൂഷ്വലി മെൻസ്ട്രുവേഷന് മുമ്പ് 2 ആഴ്ച നോർമലായിട്ടൊരു ഡിസ്ചാർജ് വരും. അതല്ലാതെ എമൗണ്ടിൽ കൂടുകയോ, അതായത് ഫൗൾ സ്മെല്ലിംഗ് ഉള്ളതോ ആയ ഡിസ്ചാർജാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾക്ക് കാരണം. ഇപ്പം പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ലക്ഷണം വരുമ്പം സാധാരണ ചെയ്യുന്നത് നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഇതിൻ്റെ ഇൻഫെക്ഷൻ ആണെന്ന് കരുതി ട്രീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു സെർവൈക്കൽ ക്യാൻസറിൻ്റെ പേഷ്യൻറ്റിന് ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജിൻ്റെ ഹിസ്റ്ററി തരാറുണ്ട്. ഒരു വർഷം അല്ലെങ്കിൽ ഈ 6 മാസത്തോളം ഇവർ മൾട്ടിപ്പിൾ ഡോക്ടേഴ്സിനെ കണ്ട് ട്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അബ്നോർമൽ വജൈനൽ ഡിസ്ചാർജ് അവരോട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഇനീഷ്യലി നമുക്ക് ട്രീറ്റ് ചെയ്തിട്ടും പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പാപ്സ്മിയർ എടുത്ത് നോക്കുകയോ ഈ രോഗമില്ലെന്ന് ഉറപ്പുവരുത്തുകയോ ചെയ്യുന്നതാണ് നല്ലത്. രണ്ടാമതായിട്ട് നമുക്ക് ഇൻ്റർമെൻസ്ട്രുവൽ ബ്ലീഡിങ്, അതായത് നോർമൽ മെൻസ്ട്രുവേഷന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്പോട്ടിങ്, ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അപ്പം അതും ഈ പറഞ്ഞ രോഗത്തിൻ്റെ ലക്ഷണം ആകാം. മൂന്നാമതായിട്ട് പറയുന്നത് പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ്, അതായത് സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷം വരുന്ന സ്പോട്ടിങ്, ബ്ലീഡിങ്, ഇതെല്ലാം ആകാം ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. പിന്നെ ഈ ഡിസീസ് അഡ്വാൻസ് ചെയ്യും തോറും നമുക്ക് നടുവേദനയോ കാലിൽ നീരോ യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നേക്കാം. അർബുദങ്ങളിൽ ഏറ്റവും ഫലപ്രദമായി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഒരു മൂലകാരണം ഒരു വൈറസ് ഇൻഫെക്ഷനാണ്. ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്താൽ നമുക്ക് ഈ സെർവൈക്കൽ ക്യാൻസർ വരുന്നതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന 2020 സെർവൈക്കൽ ക്യാൻസർ എലിമിനേഷൻ സ്ട്രാറ്റജി മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ WHO പറയുന്നത് 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെർവൈക്കൽ ക്യാൻസർ എലിമിനേഷൻ സാധ്യമാകും എന്നുള്ളതാണ്. അതിലെ ഏറ്റവും ഫലപ്രദമായ രീതി വാക്സിനേഷനാണ്. HPV ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പേ നമുക്ക് ഈ വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഈ HPV ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഏറ്റവും ഫലപ്രദമായ വാക്സിൻസ് മാർക്കറ്റിൽ HPV വാക്സിൻസ് അവൈലബിൾ ആണ്. ഈ വളരെ അടുത്ത കാലത്ത് ഇന്ത്യൻ നിർമ്മിത വാക്സിനും നമുക്ക് മാർക്കറ്റിൽ നേരത്തെ ഉള്ള വാക്സിനേക്കാളും വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ വാക്സിനേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ 9 വയസ്സ് മുതലാണ് കുട്ടികൾ എടുക്കുന്നത്. 15 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ 2 ഡോസും 15 വയസ്സിന് മുകളിലോട്ട് 3 ഡോസുമാണ് എടുക്കുന്നത്. 26 വയസ്സ് വരെയാണ് നമ്മൾ ഐഡിയൽ ഏജ് ഫോർ വാക്സിനേഷൻ. പക്ഷേ ഈ വാക്സിൻ 45 വയസ്സ് വരെ ലൈസൻസ്ഡ് ആണ് ഇന്ത്യയിൽ. സെക്ഷൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് എത്രത്തോളം ഫലപ്രാപ്തി കിട്ടുമെന്നുള്ളത്
ഉറപ്പില്ല. അവർ പറയുന്ന ഒരു സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം മോർ ദാൻ 90% എഫിഷ്യൻസി ഉള്ള ഒരു വാക്സിനാണ് HPV വാക്സിൻ. ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഈ 9 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. അപ്പോൾ ഐഡിയൽ ഏജ് ഈ 9 to 26 ഇയേഴ്സ് ആണ്. അതിനുശേഷം 45 വയസ്സ് വരെ നമുക്ക് ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് 9 തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 90% പെൺകുട്ടികളെയും വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ മാർഗ്ഗമാണ്, വാക്സിനേഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർഗ്ഗമാണ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് രോഗലക്ഷണമില്ലാത്ത ഒരാളുകളിൽ നമ്മൾ ഒരു ടെസ്റ്റ് വഴി നമുക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കലാണ്. സെർവൈക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് നമുക്ക് പാപ്സ്മിയർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ പാപ്സ്മിയറിൻ്റെ കൂടെ തന്നെ HPV ടെസ്റ്റും കൂടെ ചെയ്യുന്നതാണ് കോ ടെസ്റ്റിംഗ്. അപ്പോൾ കോ ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 5 വർഷം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. ഇത് 25 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് നമ്മുടെ സ്ക്രീനിങ്ങിന് എലിജിബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ. 25 വയസ്സ് മുതൽ 5 വർഷം കൂടുമ്പോൾ കോ ടെസ്റ്റിംഗ് ചെയ്യുന്നത് വഴി വളരെ ഫലപ്രദമായ രീതിയിൽ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുകയും ഫലപ്രദമായ രീതിയിൽ ഈ സെർവൈക്കൽ ക്യാൻസറിലോട്ടുള്ള ഡെവലപ്മെൻറ്റ് തടയാനും സാധിക്കുന്നു. അതായത് ഈ സെർവൈക്കൽ ക്യാൻസറിൻ്റെ മുന്നിലുള്ള സ്റ്റേജായ പ്രീ ഇൻവേസീവ് ക്യാൻസർ സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ HPV ടെസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ HPVയുടെ സാന്നിധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി പാപ്സ്മിയർ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 3 വർഷം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. അത് 65 വയസ്സ് വരെയാണ് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടത്. WHO പറയുന്നത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും ലൈഫ് ടൈമിൽ ചെയ്യുകയാണെങ്കിൽ ഈ സെർവൈക്കൽ ക്യാൻസറിൻ്റെ റിസ്ക് 50% കുറയ്ക്കാമെന്നുള്ളതാണ്. ഇത് നമ്മൾ ഐഡിയലി 35 വയസ്സിലും 45 വയസ്സിലുമാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് WHO റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ സ്ക്രീനിങ് പോസിറ്റീവായ ആളുകളെ ചികിത്സിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ മാർഗം. അതായത് നമ്മൾ സ്ക്രീനിങ് പോസിറ്റീവായ ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാവണം എന്നുള്ളതല്ല, പ്രീ ക്യാൻസർ സ്റ്റേജിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ HPVയുടെ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ഈ പോസിറ്റീവായ ആളുകളെ 90% ആളുകളെയും ചികിത്സിക്കുന്നതിലൂടെ ക്യാൻസറിൻ്റെ ഡെവലപ്മെൻറ്റ് തടയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ 3 സ്ട്രാറ്റജീസ്: ഒന്ന് വാക്സിനേഷൻ, അത് 9 തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികളെ 90% കുട്ടികളെ നമ്മൾ വാക്സിനേറ്റ് ചെയ്യുക. 2 സ്ക്രീനിങ് ടെസ്റ്റ്, അതായത് 25 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ 70% സ്ത്രീകളെയും സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമാക്കുക. അതും അറ്റ്ലീസ്റ്റ് 35 വയസ്സിലും 45 വയസ്സിലെങ്കിലും നമ്മൾ പാപ്സ്മിയർ അല്ലെങ്കിൽ കോ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, ഈ സ്ക്രീനിങ് ടെസ്റ്റ് പോസിറ്റീവ് ആയവരെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ്. എല്ലാ ക്യാൻസറും സ്റ്റേജ് 1, 2, 3, 4 എന്നുള്ള സ്റ്റേജിലാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതിനെ സ്റ്റേജിങ് ചെയ്ത്, ഇനീഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ, വളരെ ഏർലി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി വഴി ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറാക്കാൻ സാധിക്കും. അതിന് മുകളിലോട്ടാണെങ്കിൽ നമുക്ക് കീമോയും റേഡിയേഷനും കൊണ്ട് ഭേദമാക്കാൻ സാധിക്കും. സ്റ്റേജ് 3, സ്റ്റേജ് 4 ആണ് നമുക്ക് ട്രീറ്റ് ചെയ്ത് ക്യൂർ ആക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷേ ഒരു 70% സ്റ്റേജ് 3 വരെ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതായത് HPV വൈറസ് സെർവൈക്കൽ ക്യാൻസർ മാത്രമല്ല ഉണ്ടാക്കുന്നത്, മനുഷ്യ ശരീരത്തിൽ മറ്റ് പലയിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ്. സ്ത്രീകളിൽ വജീനൽ ക്യാൻസർ, അതായത് യോനിയിൽ വരുന്ന ക്യാൻസർ, വൾവൽ ക്യാൻസർ, അതായത് യോനി മുഖത്ത് വരുന്ന ക്യാൻസർ, പുരുഷന്മാരിൽ പെനിസിൽ വരുന്ന ക്യാൻസർ, പിന്നെ 2 സെക്സിൽ, അതായത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഏനൽ ക്യാൻസർ, മലാശയത്തിൽ വരുന്ന ക്യാൻസർ, വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസേഴ്സ്, ഇത് എല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏകദേശം 60 തൊട്ട് 70% വരെ HPV ഈ പറഞ്ഞ ക്യാൻസേഴ്സുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വാക്സിനേഷൻ നമ്മുടെ പെൺകുട്ടികൾക്ക് മാത്രമല്ല ബോയ്സിലും കൊടുക്കാറുണ്ട്. സെയിം ഏജ് ഗ്രൂപ്പ്, അതായത് 9 വയസ്സ് മുതലാണ് നമ്മൾ ഈ വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്.